लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे ഈശ്വരന് വേണ്ടി കരയുന്നത് ദുർബലതയല്ല. ആ കണ്ണുനീര് കൊണ്ട് അനേകം ജന്മങ്ങളിലെ വാസനയാകുന്ന അഴുക്കുകളാണ് കഴുകിപ്പോകുന്നത്. മെഴുകുതിരി ഉരുകുന്നതിനനുസരിച്ച് അതിന്റെ നാളത്തിന് പ്രഭ കൂടുന്നു, ശോഭ വർദ്ധിക്കുന്നു. അതുപോലെ ഭഗവാന് വേണ്ടിയുള്ള കണ്ണുനീർ നമ്മുടെ ആത്മവികാസത്തിന് കാരണമാകുന്നു. ശ്രീ ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ വാക്കുകൾ നമ്മുടെ മനസ്സിന്റെ ശോഭയെ വർദ്ധിപ്പിക്കട്ടെ. അറിയാലിലകൾ പോലും ശരണം വിളികളാൽ മുഖരിതമാകുന്ന ഒരു മണ്ഡലകാലം. ഈ മണ്ഡലകാലത്തിന്റെ പുണ്യം തേടി ഗ്രാമവഴികളിലൂടെ, കേരളത്തിന്റെ ശരണവഴികളിലൂടെ സഞ്ചരിക്കുകയാണ് നാം. നമ്മുടെ ലക്ഷ്യങ്ങൾ ഏറ്റവും അന്വേഷിച്ച് ചെല്ലുന്ന ഓരോ പാതയും ചെന്നെത്തുന്നത് ധർമ്മശാസ്ത്ര ക്ഷേത്രഭൂമികളിലായിരിക്കും, ശാസ്താസങ്കല്പവുമായി ബന്ധപ്പെട്ട ക്ഷേത്രഭൂമികളിൽ. ഇവിടെ ഗ്രാമക്കാഴ്ചകൾ ഒന്നു ചേരുകയാണ്. ഗ്രാമത്തിന്റെ ഭരദേവതയായി നിന്നുകൊണ്ട് ഈശ്വരൻ പ്രകാശം പരത്തുകയാണ്. അവിടെ ഇതാ ഓരോ വൃക്ഷത്തിനു ചുവടിലും ദീപങ്ങൾ തെളിയുകയാണ്. ഈ ദീപങ്ങൾക്കൊപ്പം പ്രകാശപൂരിതമാകുന്ന ഒരു അവസ്ഥയിലേക്ക് സ്വാഗതം. നിരവധി ആട്ടക്കഥകളുടെ രചയിതാവായ, അതിലേറെ നമ്മുടെ യാത്രയിൽ നാം ഏറെ പരാമർശിച്ച, നമ്മുടെ വേദപുസ്തകമെന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ഐതിഹ്യമാല വിരചിച്ച ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി, അദ്ദേഹത്തിന്റെ നാട്ടിലൂടെയാണ് നമ്മുടെ യാത്ര. അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം കോട്ടയം ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ നാട്. അപ്പോൾ കോട്ടയം ജില്ലയിലൂടെ തന്നെയാണ് ഇന്നും നാം യാത്ര ചെയ്യുന്നത്. ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ അയ്യപ്പ സങ്കല്പമുള്ള ക്ഷേത്രങ്ങൾ, അതുമല്ലെങ്കിൽ മണികണ്ഠൻ എന്ന ഭാവത്തിൽ തന്നെ ഈശ്വരൻ നിലകൊള്ളുന്ന ക്ഷേത്രഭൂമി, ഇതാണ് ഈ മണ്ഡലകാലത്തെ നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതിനോടൊപ്പം തന്നെ അയ്യപ്പ ചരിതവുമായി ഒത്തുപറയാവുന്ന, അയ്യപ്പൻ എന്ന സങ്കല്പവുമായി, ശാസ്താവ് എന്ന സങ്കല്പവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സങ്കല്പങ്ങൾ നിലകൊള്ളുന്ന ക്ഷേത്രഭൂമികളും മണ്ഡലകാലത്ത് ഒരേപോലെ പ്രാധാന്യം അർഹിക്കുന്നു. ഐതിഹ്യമാലയിലും നാലാങ്കലിന്റെ മഹാക്ഷേത്രങ്ങൾക്ക് മുന്നിലും ഒരുപോലെ പ്രാധാന്യത്തോടുകൂടി വിശദീകരിച്ചിട്ടുള്ള ക്ഷേത്രഭൂമി കോട്ടയം ജില്ലയിലെ ഭാഗമായ ഒളശയിലെ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ തിരുമുന്നിലാണ് നാം നിൽക്കുന്നത്.
ഒളശ എന്ന ഗ്രാമത്തിന്റെ സൗന്ദര്യം കണ്ട്, ഗ്രാമത്തിന്റെ നിഷ്കളങ്ക ഭാവം കണ്ട്, തിരിതെളിയിച്ച് നിൽക്കുന്ന ആ ഒരു ഗ്രാമ സൗന്ദര്യം കണ്ടുകൊണ്ടാണ് നാം ഒളശയിലെ വേട്ടയ്ക്കൊരു മകൻ കാവിന് മുന്നിൽ എത്തി നിൽക്കുന്നത്. കാവിന്റെ അന്തരീക്ഷത്തിന് സമാനമായ ഒരു ചെറിയ ശ്രീകോവിലും അതിന്റെ ശാന്തിയും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ. എന്നാൽ വളരെ പ്രാധാന്യത്തോടുകൂടി മഹത്തുക്കൾ വിശേഷിപ്പിച്ച ഈ ക്ഷേത്രഭൂമിയിലേക്ക് നാം എത്തുമ്പോൾ, അതും മണ്ഡലകാലത്ത് എത്തുമ്പോൾ, ആദ്യം തന്നെ പറയേണ്ടത് ധർമ്മശാസ്താവും വേട്ടയ്ക്കൊരു മകനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ വേട്ടയ്ക്കൊരു മകൻ ധർമ്മശാസ്താവ് തന്നെയാണോ? ഒളശയിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ വൃശ്ചിക മാസത്തിന്റെ ചിറപ്പുത്സവത്തിനോട് ബന്ധിച്ച് ഗ്രാമക്കാരെല്ലാവരും ഒത്തുചേർന്ന് ക്ഷേത്രഭൂമിയിലേക്ക് എത്തുകയാണ്. ഒരു ക്ഷേത്രം എങ്ങനെയാണ് ഗ്രാമത്തിന്റെ സ്വന്തമാകുന്നതെന്ന് മനസ്സിലാകണമെങ്കിൽ ഈ തിരക്കിലേക്ക് വരണം. പ്രത്യേകിച്ച് ഒരു തിരക്കുമില്ലാതെ ഭക്തർ എല്ലാ സായാഹ്നങ്ങളും ഈശ്വരന്റെ സമക്ഷത്തിൽ ചെലവഴിക്കുവാൻ തയ്യാറാകുന്നു. അതിനുവേണ്ടി നിറദീപങ്ങൾ തെളിയിക്കുന്നു, പ്രാർത്ഥനകൾ മുഴുകുന്നു. ഇതൊരു ഗ്രാമത്തിന് ഏറ്റവും ഉചിതമായ കാഴ്ച തന്നെ. അവിടെ കുടികൊള്ളുന്ന ഗ്രാമപരദേവത ഐശ്വര്യം തന്നെ സദാ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഒളശയിലെ വേട്ടക്കരൻ കാവിലേക്ക് എത്തിക്കഴിഞ്ഞ നാം ഇനി ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ശാസ്താവ് തന്നെയാണോ വേട്ടക്കരൻ എന്ന സങ്കല്പത്തെക്കുറിച്ചാണ്. ശാസ്താവ് എന്നാൽ ശാസിക്കുന്നവൻ എന്നാണ് അർത്ഥം. എന്നാൽ വേട്ടക്കരൻ സങ്കല്പത്തിനും അതുപോലെ തന്നെ ശാസിക്കുന്ന ഒരു ഭാവമുണ്ട്. അതുമാത്രമല്ല, അയ്യപ്പനെ നാം സ്വാമി എന്ന് സംബോധന ചെയ്യുമ്പോൾ വേട്ടക്കരനെയും അതുപോലെ സ്വാമി എന്നാണ് സംബോധന ചെയ്യുന്നത്. ഇങ്ങനെ ചില സമാനതകളാണ് വേട്ടക്കരൻ അല്ലെങ്കിൽ വേട്ടയ്ക്കൊരു മകൻ അയ്യപ്പൻ തന്നെയാണ് അല്ലെങ്കിൽ ശാസ്താവ് തന്നെയാണ് എന്നൊരു ധാരണ മനുഷ്യരിലേക്ക് വരുത്തുന്നത്. എന്നാൽ പണ്ഡിതർ പറയുന്നത് വേട്ടയ്ക്കൊരു മകൻ അല്ല ശാസ്താവ് എന്നാണ്. വേട്ടയ്ക്കൊരു മകനും ശാസ്താവും ഒന്ന് എന്ന സങ്കല്പം എങ്ങനെ ഉണ്ടായി എന്നാണ് നാം ആദ്യം വിശകലനം ചെയ്ത് നോക്കേണ്ടത്. അതിന് പ്രധാന കാരണം തമിഴ് പാടലുകളിൽ ശാസ്താവിന് 8 അവതാരങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ ആദ്യത്തെ അവതാരമാകട്ടെ കിരാത രൂപമാണ് എന്നും പറയുന്നു. അതുപോലെ കിരാത അഷ്ടകം, ശ്രീ കിരാത ശാസ്ത്ര അഷ്ടകം എന്ന രീതിയിലും ചിലർ സങ്കല്പിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ അതുപോലെ കളമെഴുത്തും പാട്ടും, 2 ഈശ്വരമൂർത്തികൾ നിലകൊള്ളുന്ന ക്ഷേത്രഭൂമികളിലും കളമെഴുത്തും പാട്ടും സാധാരണമായി പതിവുണ്ട്. അത് മാത്രമല്ല, ശാസ്താസങ്കല്പമുള്ള ക്ഷേത്രഭൂമികളിൽ തന്നെ ഭഗവാന് കളം വരയ്ക്കുമ്പോൾ വേട്ടയ്ക്കൊരു മകന്റെ ഭാവത്തിൽ കളം വരയ്ക്കാറുമുണ്ട്. ഏതായാലും വളരെ സമാനതകളുള്ള 2 മൂർത്തികളാണ് വേട്ടയ്ക്കൊരു മകനും ധർമ്മശാസ്താവും. ഒരാൾ ഹരിഹരസുതനാകുമ്പോൾ ശിവപുത്രനായാണ് വേട്ടയ്ക്കൊരു മകൻ അറിയുന്നത്. വേട്ടയ്ക്ക് അരുമകൻ എന്നും വേട്ടയ്ക്ക് ഇറങ്ങിയപ്പോൾ പുറപ്പെട്ട അല്ലെങ്കിൽ വേട്ടയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ പിറന്ന ശ്രേഷ്ഠപുത്രൻ എന്നും വേട്ടയ്ക്ക് അരുമകൻ എന്ന വാക്കിൽ അർത്ഥമുണ്ട്. അരു എന്നാൽ ശ്രേഷ്ഠം എന്നൊരു അർത്ഥം കൂടി ഉണ്ട് അത്രേ. അങ്ങനെ വേട്ടയ്ക്ക് പുറപ്പെട്ടപ്പോൾ ഉണ്ടായ ശ്രേഷ്ഠ മകനാണ് വേട്ടയ്ക്ക് ഒരു മകൻ, അല്ലെങ്കിൽ വേട്ടയുടെ സമയത്തുണ്ടായ ഒരു മകൻ എന്നും വേട്ടയ്ക്ക് സമയത്തുണ്ടായ അരുമ മകൻ എന്നും അർത്ഥമുണ്ട്. ഏതായാലും വേട്ടയ്ക്കൊരു മകൻ പിന്നീട് ഉച്ചരിച്ചുച്ചരിച്ച് വേട്ടക്കരൻ ആയി മാറി. കേരളത്തിൽ അപൂർവമാണ് വേട്ടക്കരൻ ക്ഷേത്രങ്ങൾ. അതുകൊണ്ട് തന്നെ ഒളശയിലെ വേട്ടക്കരൻ കാവിന് അതീവ പ്രാധാന്യമുണ്ട്. പക്ഷേ ക്ഷേത്രഭൂമിയിലേക്ക് എത്തിയാൽ നാം ആദ്യം എത്തുന്നത്, പ്രധാന വഴി കഴിഞ്ഞ് നേരെയുള്ള ശ്രീകോവിലേക്ക് എത്തിയാൽ ആദ്യം എത്തുന്നത് ശ്രീകൃഷ്ണ സവിധത്തിന് മുന്നിലാണ്. ശ്രീകൃഷ്ണ ഉള്ള ഒരു ശ്രീകോവിൽ നാം കാണുന്നു. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ ദർശനം നടത്തിയിട്ടാണ് നാം വേട്ടക്കരി മകനെ കാണുന്നത് തന്നെ. അതായത് നേരെ ശ്രീകോവിലിന് പുറകിലായാണ് വേട്ടക്കരൻ സാന്നിധ്യമുള്ളത്. അതങ്ങനെ വരുവാനൊരു ഐതിഹ്യമുണ്ട്. അതൊരു പക്ഷേ വേട്ടക്കരൻ കാവിന്റെ മുഴുവൻ ഐതിഹ്യം കൂടിയാണ്. അതുകൊണ്ട് ഐതിഹ്യത്തിലേക്ക് കടക്കാം. ചന്ദ്രകല ചൂടുമീശൻ തിരുമകനേ വേട്ടയ്ക്കൊരു മകനേ. ഒളശയിലെത്തിയ നാം ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിച്ച് അനുഗ്രഹം ഏറ്റുവാങ്ങി. ഐതിഹ്യമാലയിൽ വളരെ വിശദമായി പരാമർശിച്ചിട്ടുള്ള ഒളശ വേട്ടയ്ക്കൊരു മകൻ കാവിന്റെ ഐതിഹ്യത്തെ പറ്റുന്നത് പോലെ ഒന്ന് ചുരുക്കി പറയാൻ ശ്രമിച്ചു നോക്കാം. പണ്ടുകാലത്ത് പാണ്ഡ്യരാജ്യം 2ആയിട്ടായിരുന്നു അത്ര ഭരിച്ചിരുന്നത്.
ദക്ഷിണ പാണ്ഡ്യമെന്നും ഉത്തരപാണ്ഡ്യമെന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. വള്ളിയൂരും മധുരയുമായിരുന്നു അവരുടെ ആസ്ഥാനം. വള്ളിയൂർ ഭരിച്ചിരുന്ന ദക്ഷിണ പാണ്ഡ്യം രാജാവായിരുന്നു. ഈ പാണ്ഡ്യരാജാവാകട്ടെ വ്യാപാര കാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ രാജ്യത്ത് ധാരാളം വണികർ, അതായത് ശ്രേഷ്ഠി എന്നും പിന്നീട് കാലത്ത് ചെട്ടി എന്നുമായി മാറിയ ആ ഒരു വംശജർ ധാരാളമായി ഉണ്ടായിരുന്നു. അതിൽ ഒരു ശ്രേഷ്ഠിയുടെ ഭാര്യയോട് രാജാവിന് അമിതമായൊരു താല്പര്യം തോന്നുകയും ഈ താല്പര്യത്തിന് അനുസരിച്ച് നിന്നില്ല എങ്കിൽ തങ്ങൾക്ക് ദോഷം വരുമെന്ന് മനസ്സിലാക്കി പതിവ്രതയും ഭക്തയുമായ രണ്ടുപേരും, ആ ചെട്ടിയും ഭാര്യയുമാകട്ടെ രണ്ടുപേരും വേട്ടക്കുരു മകനെ വെച്ച് ആരാധിച്ചിരുന്നവരായിരുന്നു. അവർ പ്രാണരക്ഷാർത്ഥം വള്ളിയൂരിൽ നിന്ന് പുഴമാർഗം കൊച്ചിയിലേക്ക് എത്തി. ഈ കൊച്ചിയിലേക്ക് ഇവരെത്തുന്ന വഴിയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിയതിനു ശേഷം പിന്നീട് ഇവർക്ക് പോകേണ്ട പാതയിലേക്ക് തോണി മാർഗം പോകുവാനായി ശ്രമിച്ചു. പക്ഷെ തോണി മുന്നോട്ട് പോകുന്ന വേളയിൽ പെട്ടെന്ന് തോണിക്ക് ഒരു അപകടം ഉണ്ടാവുകയും തോണി മറിഞ്ഞു പോവുകയും പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു അവസ്ഥ വരികയും ചെയ്തു. ഈ സമയത്ത് പെട്ടെന്ന് കറുത്ത വസ്ത്രമുടുത്ത ഒരാൾ ഒരു കയ്യിൽ അമ്പും വില്ലും മറ്റൊരു കയ്യിൽ ചുരികയുമായി വളരെയേറെ താടിയും മുടിയും ഒക്കെയുള്ള ഒരു രൂപത്തിൽ പെട്ടെന്ന് ആ പുഴയിലേക്ക് വരികയും അമരക്കാരന്റെ അടുത്ത് നിന്ന് പങ്കായം കയ്യിലെന്ത് ഞാൻ തുഴഞ്ഞുകൊള്ളാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ തോണി മുന്നോട്ട് തുഴയാൻ തുടങ്ങി. ഇനി ഒന്നും ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ സുരക്ഷിതമായി വിചാരിച്ച സ്ഥാനത്ത് എത്തുമെന്ന് ഈ വള്ളത്തിൽ തുഴയാൻ വന്നയാൾ പറയുന്നുമുണ്ടായിരുന്നു. എന്നാലും തോണി മറിയും എന്നൊരു ഭയം വന്ന സമയത്ത് പെട്ടെന്ന് പുഴയിൽ രണ്ട് മുതലകൾ പ്രത്യക്ഷപ്പെടുകയും ചെമ്പനെന്നും കറമ്പനെന്നും പേരുള്ള രണ്ട് മുതലകൾ പ്രത്യക്ഷപ്പെടുകയും തോണിയുടെ ഇരുവശത്തുമായി അവർ സഞ്ചരിക്കുകയും ചെയ്തു. തോണി അതുകൊണ്ട് ഒരു വശത്തേക്ക് മറിയുമെന്ന ഭയം യാത്രക്കാർക്ക് ഇല്ലാതെയുമായി. അങ്ങനെ അവർ കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ ഉദ്ദേശസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ വേട്ടയ്ക്കൊരു മകനായിരുന്നു ആ വന്നിരുന്നതെന്ന് അവർക്ക് ഭഗവാൻ തന്നെ അനുഗ്രഹം നൽകി വെളിപ്പെടുത്തുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് മനസ്സിലാക്കിയ ശ്രേഷ്ഠി ഏറെ അത്ഭുതപ്പെടുകയും എന്നാൽ താനിനി വന്ന സ്ഥാനത്ത്, ശ്രേഷ്ഠി വന്ന സ്ഥാനത്ത് തന്നെ വേട്ടയ്ക്കൊരു മകന് ഒരു ഇരിപ്പിടം ഉണ്ടാകണമെന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നുവെന്ന് സ്വയം വെളിപ്പെടുത്തുകയും ചെയ്തു. അതിനായി ഭഗവാൻ കണ്ടെത്തിയ പ്രദേശം നാം ഇപ്പോൾ നിൽക്കുന്ന ഈ കാവാണ്. ഇവിടെ ആകട്ടെ തെക്കുംകൂർ രാജാവ് ആദ്യം തന്നെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം പണികഴിപ്പിക്കുവാനായി ശ്രീകോവിലിന്റെ പണിയെല്ലാം പൂർത്തിയാക്കിയിരുന്നു. ആ ശ്രീകോവിലിനുള്ളിൽ വേട്ടയ്ക്കൊരു മകൻ ഇളകൊണ്ടു. അങ്ങനെ ആദ്യം ശ്രീകൃഷ്ണനെ പണിത ശ്രീകോവിൽ വേട്ടയ്ക്കൊരു മകന്റെ ഇരിപ്പിടമായി മാറിയപ്പോൾ തെക്കുംകൂർ രാജാവ് പിന്നീട് ഭഗവാന് നേരെ മുന്നിൽ, വേട്ടയ്ക്കൊരു മകന് നേരെ മുന്നിലായി ശ്രീകൃഷ്ണൻ മറ്റൊരു ശ്രീകോവിൽ സ്ഥാപിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഒളശ്ശയിൽ വേട്ടയ്ക്കൊരു മകൻ കാവിലെത്തിയാൽ നാം ആദ്യം ശ്രീകൃഷ്ണനെ ദർശിക്കുന്നത്. തെക്കുംകൂർ രാജാവ് ശ്രീകൃഷ്ണനെ പണിത ശ്രീകോവിലിൽ വേട്ടയ്ക്കൊരു മകൻ ഇളകൊണ്ടു എന്ന വസ്തുത വിശ്വസിക്കുവാൻ തെക്കുംകൂർ രാജാവ് ആദ്യം തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം സ്വയം ഈ ക്ഷേത്രഭൂമിയിലേക്ക് എത്തുകയും ശ്രേഷ്ഠിയെ സ്പർശിച്ചുകൊണ്ട് ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കിയപ്പോൾ വേട്ടയ്ക്കൊരു മകനെ അദ്ദേഹത്തിന് കാണുവാനാവുകയും ചെയ്തു. അതുകൊണ്ട് ആ ദിവ്യപ്രഭ മനസ്സിലാക്കിയ അദ്ദേഹം പിന്നീട് ശ്രീകൃഷ്ണ ഒരു ക്ഷേത്രം നേരെ മുന്നിലായി, വേട്ടയ്ക്കൊരു മകൻ നേരെ മുന്നിലായി പിന്നീട് പണികഴിപ്പിക്കുകയായിരുന്നു. പക്ഷെ ഇത് ഭഗവാന് ഇഷ്ടമായില്ല അത്രേ. നേരെ മുന്നിൽ ഒരു വിഗ്രഹ പ്രതിഷ്ഠ വന്നതുകൊണ്ട്, എനിക്ക് നേരെ മുന്നിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ ഉച്ഛിഷ്ടം ഇനി മുതൽ ഭക്ഷിച്ചാൽ മതി എന്ന് അന്ന് കൽപ്പിക്കുകയുണ്ടായി. ഇന്നും ആ പതിവ് ഇവിടെ തുടർന്നു പോരുന്നുണ്ട്. കാരണം എന്ത് നിവേദ്യം അർപ്പിച്ചാലും അത് രണ്ടായി പകുത്ത് ആദ്യം വേട്ടയ്ക്കൊരു മകന് അർപ്പിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അർപ്പിക്കാറുള്ളൂ. നാം ആദ്യമെത്തി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ചെറിയ ശ്രീകോവിലിൽ പ്രസന്ന ഭാവത്തിൽ നിൽക്കുന്ന ഭാവത്തിലുള്ള ശ്രീകൃഷ്ണനെയാണ് കാണുന്നത്. അവിടെ നിന്ന് വിഷ്ണു ചൈതന്യത്തിന്റെ മുഴുവൻ ഭാവവും ഉൾക്കൊണ്ടുകൊണ്ട് വിഷ്ണു സങ്കല്പം നിലകൊള്ളുന്ന എന്നാൽ വേട്ടക്കരൻ കാവ് എന്ന് അറിയപ്പെടുന്ന ക്ഷേത്രഭൂമിയിലേക്ക് എത്തുമ്പോൾ ദർശിച്ച് നേരെ പുറകിലേക്ക്, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ നേരെ പുറകിലേക്ക് എത്തുമ്പോൾ അതിവിശാലമായ അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ ഒരു ഗ്രാമ ചൈതന്യത്തോടു കൂടി, സൂര്യ തേജസ്സോടു കൂടി ഉയർന്നു നിൽക്കുന്ന ഒരു ക്ഷേത്രഭൂമി കാണുന്നു. അതാണ് വേട്ടക്കരൻ കാവ്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ നേരെ പുറകിലുള്ള വാതിലിലൂടെ ഇറങ്ങി നമുക്ക് വേട്ടക്കരൻ കാവിലേക്ക് ചെല്ലാം. അവിടേക്കാണ് നമ്മുടെ യാത്ര. എന്നാൽ അതിനു മുൻപ് പാണ്ഡ്യരാജ്യത്ത് നിന്നാണ് ശ്രേഷ്ഠയും ഭാര്യയും ഇവിടേക്ക് എത്തിയതെന്നും ഇവിടെ എത്തി ഇവിടെ അവർക്ക് തെക്കുംകൂർ രാജാവ് അഭയം കൊടുത്തുവെന്നും പറഞ്ഞല്ലോ. ഈ വിവരം പാണ്ഡ്യരാജാവ് അറിഞ്ഞു. തെക്കുംകൂർ രാജാവുമായി യുദ്ധം ചെയ്യുവാൻ രാജാവ് തീരുമാനിക്കുകയും മാത്രമല്ല തനിക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീയെ ഇവിടെ നിന്ന് അങ്ങനെ കൊണ്ടുപോകാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. അതിനുവേണ്ടി അദ്ദേഹം തുലുക്കപ്പടയുടെ സഹായം തേടുകയും തുലുക്കപ്പടയോടൊപ്പം ഇവിടെ വരികയും ചെയ്തു. ഇത് അറിഞ്ഞ് ഭയന്ന് തെക്കുംകൂർ രാജാവ് നേരെ ഇവിടെ വേട്ടയ്ക്കൊരു മകൻ കാവിൽ വന്ന് ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് അവിടുന്നല്ലേ രക്ഷയുള്ളൂ എന്ന് ചോദിച്ചു അത്രേ. ഈ സമയത്ത് എന്തിനങ്ങ് ഭയപ്പെടുന്നു, സ്വസ്ഥമായി വീട്ടിൽ പോയി ഇരുന്നുള്ളൂ എന്നൊരു ശബ്ദം കേട്ടു. അത് വേട്ടയ്ക്കൊരു മകൻ പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കിയ രാജാവ് സ്വസ്ഥമായി ഗൃഹത്തിലേക്ക് പോയി. ഉടനെ തന്നെ ഭഗവാൻ ഇവിടെ നിന്ന് കറുപ്പ് കച്ചയുടുത്ത്
അഴയും അരമുറുക്കി, അതായത് യുദ്ധത്തിന് തയ്യാറായി പടച്ചട്ട അണിഞ്ഞ് ആ ഒരു ഭാവത്തിൽ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയി. പുറത്തേക്ക് ചെന്ന് മുഗലപ്പടയെ മുഴുവനും തോൽപ്പിച്ച്, ശരപ്രയോഗം കൊണ്ട് തോൽപ്പിച്ചു. ഏതോ ഒരു വലിയ സിദ്ധനാണ് തങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അവർ ഭയന്ന് പിന്മാറുകയും ചെയ്തു. അങ്ങനെ തെക്കങ്കൂർ രാജാവ്, വേട്ടക്കുരു മകന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം തെക്കങ്കൂർ രാജാവ് ആ യുദ്ധത്തിൽ വിജയിച്ചു. പിന്നീട് അവിടെ ആ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന ശ്രേഷ്ഠിയും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇവിടെ വേട്ടക്കുരു മകനെ പൂജിച്ച് തന്നെ താമസിക്കുകയും അവരുടെ ചില കുടുംബാംഗങ്ങൾ ഇവിടെ വന്ന് പാർക്കുകയും ചെയ്തു. ഇതാണ് വേട്ടക്കുരു മകൻ കാവ് ഇവിടെ ഉണ്ടാകുവാനുള്ള ഒരു ഐതിഹ്യം. ഈ ഐതിഹ്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നാം ഒരു കൽവിളക്ക് കടന്ന് വേട്ടക്കുരു മകൻ കാവിന് മുന്നിൽ എത്തി നിൽക്കുകയാണ്. ഇനി നമുക്ക് പറയാനുള്ളത് വേട്ടക്കുരു മകൻ എന്ന സങ്കല്പത്തെ കുറിച്ചാണ്.